മക്കളെ, ഇന്ന് നമുക്ക് ഫസ്റ്റ് ടേം ക്വസ്റ്റ്യൻ നോക്കാം. മോഡൽ ക്വസ്റ്റ്യൻ ആണ്. 2024-25 10ാം ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് क्वेश्चन सूचना खिड़की लघुलेख का यह अंश पढ़ें और 1 से 3 तक के प्रश्नों के उत्तर लिखें എന്നാണ്. ഇവിടെ താഴെ ഒരു പാരഗ്രാഫ് തന്നിരിക്കുന്നു. അത് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. पैराग्राफ वाइच नोकाम. होशियारपुर से शादी का बुलावा आया था. ट्रेन से जाना तय हुआ. सर्दी हल्की हल्की दस्तक देने लगी थी, इसलिए सोचा चलो इस बार एसी के बजाय जनरल कोच से सफर का आनंद लिया जाए. फर्स्ट क्वेश्चन, इस लघु कथा का पुरुष पात्र परिवार के साथ कहाँ जा रहा है? ഈ ലഘുകഥയിലെ പുരുഷ കഥാപാത്രം കുടുംബത്തിനോടൊപ്പം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്? ദില്ലി, മുംബൈ, കാശ്മീർ, ഹോഷിയാർപൂർ. ഏതാണ്? ഹോഷിയാർപൂർ. ഹോഷിയാർപൂറിലേക്ക് അവർ എന്തിനാണ് പോയത്? ഷാദി കെ ലിയെ അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇസ് പരിവാർ ने जनरल कोच से यात्रा करने का निश्चय क्यों किया? ഈ കുടുംബം ജനറൽ കോച്ചിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? സർദി ഹൽക്കി ഹൽക്കി, ഇവിടെ മുതലാണ് അതിൻ്റെ ആൻസർ വരുന്നത്. സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗീതി ഇസ്ലിയെ സോച്ച, അതുകൊണ്ടാണ് ചിന്തിച്ചത്. അവിടെ മുതൽ ഇവിടം വരെ എഴുതാട്ടോ. ഇസ്ലിയെ സോച്ച ചലോ ഇസ് ബാർ എസി കെ ബജായ് ജനറൽ കോച്ച് സെ സഫർ കാ ആനന്ദ് ലിയാ ജായേ. നേരിയ തണുപ്പ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ വിചാരിച്ചത് എന്താണ്? AC ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാം? ജനറൽ കോച്ചിൽ യാത്ര ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഓക്കെ, അത് നമ്മൾ പാഠത്തിൽ പഠിച്ചതാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, इस ट्रेन यात्रा का अनुभव बताते हुए मित्र के नाम पुरुष पात्र का पत्र तैयार करें. ഈ ട്രെയിൻ യാത്രയുടെ അനുഭവം പറഞ്ഞുകൊണ്ട് പുരുഷ കഥാപാത്രം ആ പുരുഷ കഥാപാത്രം അയാളുടെ ഫ്രണ്ടിന് എഴുതുന്ന കത്താണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. സങ്കല്പിച്ചെഴുതുക. ഞാനിവിടെ സങ്കല്പിച്ചെഴുതിയത് കാണിക്കാം. പത്ര സ്ഥാൻ താരിഖ് നമ്മൾ എഴുതണം. ഇവിടെ സ്ഥാൻ എഴുതണം. അതുപോലെ തന്നെ താരിഖ്, ഒരു ഡേറ്റ് നിങ്ങൾ കൊടുക്കണം, സ്ഥലവും കൊടുക്കണം കേട്ടോ. പിന്നെ പ്രിയമിത്ര തും കൈസേ ഹോ, ठीक है ना? आज एक घटना हुई, ഇന്നൊരു സംഭവം ഉണ്ടായി. आज मैं मेरे परिवार के साथ होशियारपुर जा रहे थे. ഇന്ന് ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം ഹോഷിയാർപൂരിലേക്ക് പോവുകയായിരുന്നു. बीच में एक कजरारी आंखों वाली युवती शाल बेचने के लिए आई. ഇടയ്ക്ക് കൺമഷി എഴുതിയ കണ്ണുകളുള്ള ഒരു യുവതി ഷാൾ വിൽപ്പനയ്ക്ക് വേണ്ടി വന്നു. പത്നീനെ ആയി, ഇവിടെ പത്നീനെ തോൽമോൽ കർത്തേ സമയ ഉസ്കി ആംഗേം ഭർ ഗയി. ഭാര്യ വിലപേശൽ നടത്തുന്ന സമയത്ത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഉസ്കി നമി ആംഗേം ദേക്കർ മുജെ മേരാ ബച്പൻ യാദ് ആയ. അവളുടെ നനഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ എനിക്കെൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. മേരെ പിതാജി ബി ഇസി തര റെയിൽഗാഡി എന്നാട്ടോ. അവിടെ രായാണ്, എന്നാണ് കേട്ടോ, രാ. मेरे पिताजी भी इसी तरह रेलगाड़ी में सामान बेचने का काम करता था. എൻ്റെ അച്ഛനും ഇതുപോലെ ട്രെയിനിൽ സാധനങ്ങൾ വിൽക്കുന്ന ജോലിയാണ് ചെയ്തിരുന്നത്. ഘർ ആത്തെ സമയം ഉസ്കി ആങ്കോം ബി നമീതി. വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണുകളും എങ്ങനെയായിരുന്നു? നനഞ്ഞിട്ടുണ്ടാവും. ഈറൻ അണിഞ്ഞ കണ്ണുകളോടെയാണ് അദ്ദേഹം തിരിച്ചെത്തുന്നത്. ഈ ദൃശ്യനെ മുझे बहुत दुखी कर दिया. ഈ ദൃശ്യം എന്നെ വളരെയധികം ദുഃഖത്തിലാക്കി. जनरल कोच की यात्रा अच्छी है, अगली बार तुम भी मेरा साथ आओ എന്നാണ് കേട്ടോ. ജനറൽ കോച്ചിലെ യാത്ര നല്ല രസകരമായ യാത്രയാണ്. അടുത്ത പ്രാവശ്യം നീയും എൻ്റെ കൂടെ വാ, നമുക്കൊരു ജനറൽ കോച്ചിലെ യാത്ര നടത്താമെന്ന രീതിയിലാണ് ഇവിടെ ലെറ്റർ അവസാനിപ്പിച്ചത്. ജവാബ് കി പ്രതീക്ഷാമേം എന്ന് കൂടെ എഴുതാം. മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് ജവാബ് കി പ്രതീക്ഷാമേം. തുമാര പ്രിയ മിത്ര അസ്താഷർ, നിന്റെ മിത്രം. പിന്നെ അസ്താഷർ ഇങ്ങനെ തന്നെ എഴുതണം. അസ്താഷർ എഴുതിയിട്ട് ബ്രാക്കറ്റ് ഇടണം. നാം എഴുതാം. ലേഖകാണ് അല്ലേ? അപ്പം നാം, ഇവിടെ നാം എഴുതാം. അതുപോലെ തന്നെ
സേവാമേം നാം പദ. ഇവിടെ സേവാമേം, ഇവിടെ ഒരു പേര് കൊടുക്കണം, ഇവിടെ ഒരു അഡ്രസ്സും നിങ്ങൾ കൊടുക്കുക. സങ്കല്പിച്ച് കൊടുത്താൽ മതി കേട്ടോ. സങ്കല്പിച്ച ഒരു പേരും അഡ്രസ്സും കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മളെ ലെറ്റർ നോക്കിക്കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ट्रेन यात्रा के अनुभवों का जिक्र करते हुए पुरुष पात्र की डायरी लिखिए. ഇനി അടുത്തത് എന്താണ്? ഓർ ക്വസ്റ്റ്യൻ ആണ്. ഈ ട്രെയിൻ യാത്രയുടെ അനുഭവം വെച്ചിട്ട് തന്നെ പുരുഷ കഥാപാത്രം എന്ത് ചെയ്യുന്നു? ഡയറി എഴുതുന്നു. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയിൽ പഠിച്ച കാര്യം തന്നെയാണ്, അത് തന്നെ എഴുതിയാൽ മതി കേട്ടോ. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നേരത്തെ നിങ്ങൾ പഠിച്ചതുണ്ടെങ്കിൽ അത് തന്നെ എഴുതുക. പദീക്ക ഡയറി. ആജ് കാ സഫർ മുജെ ഭൂൽ നഹി സക്ത. ഇന്നത്തെ യാത്ര എനിക്ക് മറക്കാൻ സാധിക്കുകയില്ല. ഹോഷിയാർപുർ സെ സാദിക്ക ബുലാവ ആയ. ഹോഷിയാർപുരത്തു നിന്നും വിവാഹ ക്ഷണം വന്നിട്ടുണ്ടായിരുന്നു. മേ പത്നി ഓർ ബച്ചോ കെ സാത്ത് ജനറൽ കോച്ച് മേ യാത്ര കർനെ കാ ഫൈസല കിയ. ഞാൻ കിയാദ. ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ആക്കാം. മേം പത്നി ഓർ ബച്ചോ കെ സാത്ത്. ഞാൻ ഭാര്യയോടും മക്കളോടും ഒപ്പം ജനറൽ കോച്ചിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. യാത്രയ്ക്ക് ബീച്ച് മേ ഷാൾ ബേച്ചനെ വാലി യുവതി സെ മില. യാത്രക്കിടയ്ക്ക് വെച്ച് ഷാൾ വിൽപ്പനക്കാരിയായിട്ടുള്ള ഒരു യുവതിയെ കണ്ടു. ഉസേ പത്നിക്കോ ഷാൾ മാങ്ങിനേക്ക് ഇസരാൽ കർണയിലേക്ക്. അവൾ ഭാര്യയെ ഷാൾ വാങ്ങാൻ നിർബന്ധിക്കാൻ തുടങ്ങി. സസ്തേമേ ഷാൾ ബേച്ചനെക്കോ വഹ് തയ്യാർ നഹീതി. വില കുറച്ച് ഷാൾ കൊടുക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. പത്നീനെ സസ്തേമേ ഷാൾ മാങ്കാത്തോ യുവതിക്ക് അങ്കോമേ ജോ നമീതി വഹ് മേനെ അപ്പനി പിതാജിക്ക് അങ്കോമേ ബി ദേക്കാത. ഭാര്യ കുറഞ്ഞ വിലയ്ക്ക് ഷാൾ ആവശ്യപ്പെട്ടപ്പോൾ അവളുടെ കണ്ണുകളിലുണ്ടായിരുന്ന നനവ് ഞാൻ എൻ്റെ പിതാജിയുടെ കണ്ണുകളിലും കണ്ടിട്ടുണ്ടായിരുന്നു. യാത്രാക്ക യഹ് അനുഭവ് അപ്പന പിതാജിക്ക യാദ് ദിലായി. യാത്രയിലെ അനുഭവം എനിക്ക് എൻ്റെ അച്ഛൻ്റെ ഓർമ്മയുണ്ടാക്കി. അതാണ് ഡയറി എഴുതിയത്. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഡയറി തന്നെ നോക്കി വെക്കുക, ഒന്നുകൂടെ വായിച്ച് പഠിച്ചു വെക്കുക. അടുത്തത് സൂചന. रेन बसेरे में യാത്രാവൃത്ത് കൈ ഹംശിപ്പടെ. 4-5 ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനാണ്. റെയിൻ ബസേരെ എന്ന യാത്രാവൃത്തിൽ നിന്നാണ് ഈ പാരഗ്രാഫ് തന്നിരിക്കുന്നത്. ഈ ഗണ്ട് വായിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആൻസർ എഴുതാം. अंत में 2-3 किताबें निकाली. किताबें उसने गोल कर देखी, फिर ज्यों की त्यों वापस रख दी. हमारी और मुड़कर छोटू से बोला, व्हाट इज योर नेम? छोटू ने सहमते हुए कहा, मुझे अंग्रेजी नहीं आती. मुझसे पूछा, तुम क्या करते हो? मैंने कहा, मैं शिक्षक था, बच्चों को पढ़ाता था, अब रिटायर हो गया हूँ. क्वेश्चन നോക്കാം. इनमें पूर्ण रूप से सही विकल्प कौन सा है? താഴെ തന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നേരത്തെ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം വരെ നിങ്ങൾക്ക് ഉണ്ടായത് തന്നെയാണ്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇപ്രാവശ്യം നിങ്ങൾ ആൻസർ എഴുതേണ്ട രീതി. ഓക്കെ, ആൻസർ നിങ്ങൾക്ക് ഇവിടെ തന്നെ തന്നിട്ടുണ്ടായിരിക്കും. അത് ഇതിൽ തന്നിരിക്കുന്ന വികല്പാണ് ഉണ്ടാവുക. അതായത് കാക്ക, ഗംഗ, താത്ത, ദന്തന്ന അങ്ങനെ ഉണ്ടല്ലോ. ഈ അക്ഷരങ്ങളാണ് ഇവിടെ ഉണ്ടാവുക. കറക്റ്റ് ആയിട്ടുള്ള ഇപ്പം കാ ഇതിന് നേരെ ചേർന്ന് ദായാണെങ്കിൽ കാ ധ അങ്ങനെയുള്ളത്. പിന്നെ ഇതിന് ഗായും ദായും ആണെങ്കിൽ ഗാ ധ അങ്ങനെ എല്ലാം നിങ്ങൾ നോക്കി വെച്ചതിന് ശേഷം താഴെയുള്ളതിൽ ശരിയായിട്ടുള്ള എടുത്തെഴുതാം. മനസ്സിലായല്ലോ? കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. इनमें पूर्ण रूप से सही विकल्प कौन सा है എന്നാണ് ചോദ്യം. ഗ്രാമീണനെ ഗാനെ के लिए गागड़ बनाया. ശരിയാണോ? അല്ല. കഴിക്കാനുള്ള ഗാഗഡ് തയ്യാറാക്കി എന്നാണ്. അത് ശരിയല്ല. അത് ഗ്രാമീണനാണോ ചെയ്തത്? അല്ല. പിന്നെ ആരാണ് ചെയ്തത്? ലേഖകെ സാത്തി ചോട്ടു ആണ് അത് ചെയ്തത്. അപ്പം നമുക്ക് അങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് വെക്കാം. ലേഖകന്റെ കൂട്ടുകാരനായ ചോട്ടുവാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഗാഗഡ് തയ്യാറാക്കിയത്. ഗുരുവോം കാ അപമാൻ കിയ, മന്ദിർ കാ ദർവാസ ഗോൽ ദിയ. ആരാണ് മന്ദിർ കാ ദർവാസ ഗോൽ ദിയ? ഗ്രാമീണല്ലേ, ഗ്രാമത്തിലുള്ള ഗ്രാമീണനാണ് അവർക്ക് മന്ദിരത്തിന്റെ വാതിൽ അവർക്ക് വേണ്ടി തുറന്നു കൊടുത്തത്. പാഗൽ ആത്മി എന്താണ് ചെയ്തത്? പാഗൽ ആത്മി ലേഖകെ ഹാത്ത് മേ സിക്ക രഖ് ദിയ. നാണയം 20 20 പൈസേക്ക സിക്ക രഖ് ദിയ. പാഗൽ ആത്മി ചെയ്തത് അതാണ്. ലേഖകന്റെ കയ്യിൽ നാണയം വെച്ച് കൊടുത്തു. അപ്പൊ നമുക്ക് 3 ആൻസറും കിട്ടിക്കഴിഞ്ഞു. ഒന്നിവിടെ ഇത് എക്സ്ട്രാ ആണ് കേട്ടോ. ഗുരുവോം കാ അപമാനിക്കുക എന്നുള്ളത് നമുക്ക് വേണ്ട, അതിന്റെ ആവശ്യമില്ല.
മൂന്നെണ്ണമാണ് നമ്മൾ ചെയ്യേണ്ടത്. മൂന്നെണ്ണം നമുക്ക് കിട്ടി. അപ്പം ഇനി ആൻസർ നിങ്ങൾ നോക്കേണ്ടത് ആദ്യം തന്നെ എങ്ങനെ കണ്ടെത്തുക. നിങ്ങൾക്ക് എക്സാമിന് ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വരും. ഇത് തന്നെ വരും എന്നല്ല, ഇതുപോലെ മോഡൽ വരും. അപ്പം നിങ്ങൾ ആദ്യം സമയം നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഒരുപാട് സമയം കളയാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആദ്യം തന്നെ ആൻസർ നിങ്ങൾ കണ്ടെത്തി ഇതുപോലെ വരച്ച് വെക്കുക. എന്നിട്ട് ഈ കായും അതുപോലെ തന്നെ കാക്കി ചേരുന്നത് ഏതാണ്? ദ അല്ലേ? ഈ ദാന്ന് എഴുതുക, കാന്നും ദാന്നും എഴുതുക. പിന്നെ ഈ ഗാക്കി ചേരുന്നത് ഏതാണ്? ഈ ഗാക്കി ചേരുന്നത് ഇവിടെയുള്ള ദായാണ് അല്ലേ? അപ്പം നമുക്ക് ഇവിടെ എഴുതിയതിൽ നോക്കാം. ഫസ്റ്റത്തത് കാ, അതുപോലെ തന്നെ ഈ ദ, കായും ഈ ദായും ഉള്ളത് അവിടെ ഉണ്ട്. അടുത്തത് രണ്ടാമത്തത് ഗായും ധായുമാണ്. ഗായും ദായും നേരത്തെ നമ്മൾ നോക്കി തെറ്റിപ്പോയിട്ടോ. ഇതല്ല, ഈ ദാ അല്ലല്ലോ, വരച്ചൽ കൂടി ചേർന്നുകൊണ്ട് എനിക്ക് തെറ്റിപ്പോയതാണ്. ഈ കായും അതുപോലെ തന്നെ ഈ ദാ ഇവിടെയുള്ള ദായുമാണ്. കായും അതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തു. അത് അടുത്തത് ഗായും അതുപോലെ തന്നെ ഈ ദായുമാണ്. ഓക്കെ, ഇവിടെ അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട്, ഗായും ദായും. പിന്നെ മൂന്നാമത്തെ ഗായും തായുമാണ്, അതും ഇവിടെ കറക്റ്റാണ്. ഓക്കെ, മൂന്നെണ്ണം ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ തെറ്റാണ് അല്ലേ? കായും ദായുമാണ് പറഞ്ഞത്, കാന്നും ദാന്നുമാണ് പറഞ്ഞത്. അത് തെറ്റാണ്, ഫസ്റ്റ് തന്നെ തെറ്റാണ്. നമുക്ക് ബാക്കി നോക്കേണ്ട ആവശ്യമില്ല, ഫസ്റ്റ് തന്നെ തെറ്റാണ്. അപ്പോൾ ഒന്ന് തെറ്റിയാൽ പിന്നെ എടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് എത്തത് ശരിയാണ്, കായും ദായും വന്നിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ തെറ്റാണ്, പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഫസ്റ്റത്തത് ശരിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ രണ്ടാമത്തെ നോക്കുക. രണ്ടാമത്തെ നോക്കുമ്പോൾ ഗ ദ, ഈ ഗായും പിന്നെ ഏതാണ് തായും, അതും ശരിയായിട്ട് വന്നിട്ടുണ്ട്. ഗായെന്നും പിന്നെ തായെന്നാണ്. പിന്നെ അടുത്തത് ഈ ഗ ധനം ദായാണ് പിന്നെ ഇവിടെ വന്നത് അല്ലേ? കഥ എന്നൊക്കെ ഉള്ളതാ, കഥാദായാണ് വന്നത്, കഥാദ. അപ്പം അത് തെറ്റാണ്, അപ്പോൾ ഒന്ന് തെറ്റി, അപ്പം നമുക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അതല്ല ശരിയായിട്ടുള്ള ആൻസർ. അപ്പം നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ഇതുപോലെ കുറേ 4 തരും. ഇത് നോക്കിയിട്ട് നിങ്ങൾ കണ്ടെത്താൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റുപറ്റും. ഓക്കെ, ഇവിടെ ഉള്ളത് നോക്കി കണ്ടെത്താൻ നിന്നാൽ നിങ്ങൾക്ക് തെറ്റുപറ്റും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൽ തന്നെ നിങ്ങൾ ആൻസർ കണ്ടെത്തുക. ഇതിൽ തന്നെ ആൻസർ കണ്ടെത്തിയിട്ട് ഇതുപോലെ നിങ്ങൾ സ്വയം അതിൻ്റെ ആൻസർ എഴുതുക. അപ്പം നിങ്ങൾക്ക് ഇവിടേക്ക് നോക്കുമ്പോൾ കറക്റ്റ് ആൻസർ കാണാനും പറ്റും. ഓക്കെ, കറക്റ്റ് ആണോ എന്ന് ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും. ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എന്ത് ചെയ്യുക? കറക്റ്റായിട്ടുള്ള കാക്കി ഇതായാണ് കിട്ടിയത്, അപ്പോൾ രണ്ടും കൂടെ എഴുതി വെക്കുക. ഇതിനും ഏതാണ് യോജിക്കുന്നത് കിട്ടിയത്, അത് രണ്ടും കൂടെ എഴുതി വെക്കുക. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് അതിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യാത്രാവൃത്തിക്ക് ഇസ് അംശയ്ക്ക് ആധാർ പർ പടുക്കഥാക്ക ഏക ദൃശ്യലിഖേ. യാത്രാവൃത്തിൻ്റെ നമ്മൾ നേരത്തെ മുകളിൽ വായിച്ചല്ലോ, യാത്രാവൃത്തിൻ്റെ ഭാഗമാണല്ലോ നമ്മൾ വായിച്ചത്. ആ ഭാഗത്തിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? പടുക്കഥ തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പം നോക്കാം. പടുക്കഥ എഴുതിയത് പടുക്കഥാക്ക ഏക ദൃശ്യ, പടുക്കഥയാണ്. പാത്ര ഓർ വേഷഭൂഷ, നമ്മൾ ആദ്യം തന്നെ കഥാപാത്രം വേഷഭൂഷ എഴുതണം. ലേഖകുണ്ട്, ചോട്ടുണ്ട്, പാകലാത്മ്യുണ്ട്. ഏകദേശം വയസ്സൊക്കെ നമ്മൾ സങ്കല്പിച്ച് എഴുതുക. ഇതൊക്കെ നിങ്ങൾ പഠിച്ച കാര്യം തന്നെയാണ്. ആയു കരീബ് ഏകദേശം 60 വയസ്സാണ് ഇവിടെ കൊടുത്തത്. പിന്നെ അവരുടെ വസ്ത്രം എന്താണ് ധരിച്ചിരിക്കുന്നത്? കുർത്തയും പത്തലൂൻ, രണ്ടു പേർക്കും കുർത്ത പത്തലൂനാണ് കൊടുത്തത്. ഏകദേശ വയസ്സ് 35 കൊടുത്തിട്ടുണ്ട്. പാകലാത്മിക്ക് ഏകദേശം 50 വയസ്സ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ധരിച്ചിരിക്കുന്നത് കുർത്ത ധോത്തിയാണ്. इनी दृश्य का विवरण पागलात्मी मंदिर में आकर लेखक की पेटी खोलता है और सारा सामान एक एक करके फेंकने लगता है. പാകലാത്മി അവർ താമസിക്കുന്ന മന്ദിരം ഉണ്ടല്ലോ, അവിടേക്ക് വന്നിട്ട് ലേഖകന്റെ പെട്ടി തുറന്നിട്ട് സാധനങ്ങളെല്ലാം എടുത്ത് എറിയാൻ തുടങ്ങുന്നു. ലേഖകൻ നോക്കി നിൽക്കുന്നതാണ് സന്ദർഭം. ദൃശ്യകാവ്യവരം കേട്ടോ. അപ്പോൾ ആ സന്ദർഭമാണ് നമ്മൾ എഴുതേണ്ടത്. ദൃശ്യ ഘടന, ആ ഘടന പറഞ്ഞാലും ദൃശ്യ പറഞ്ഞാലും ദൃശ്യകാവ്യവരണമാണ് കേട്ടോ. ദൃശ്യകാവ്യവരണം എഴുതുക. എന്നിട്ട് സംവാദമാണ്, പിന്നെ വാർത്താലാപമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. സംവാദ്. പാഗലാത്മിയാണ് ഫസ്റ്റ് പറയുന്നത്. ഇസ് കോനേമേ ക്യാ ഹേ, ഈ മൂലയിൽ എന്താണുള്ളത് എന്ന് പാഗലാത്മി ചോദിക്കുന്നു. ലേഖ് ഏ മേരാ പിട്ടു ഹേ, അതെൻ്റെ പെട്ടിയാണ്. പാഗലാത്മി മുझे इसकी തലാശി ലേനി ഹോഗി ഇസ്മേ ക്യാ ഹേ, അതിലെന്താണെന്ന് എനിക്കൊന്ന് പരിശോധിക്കണം.
लेखक इसमें तो मेरा सामान है അതിൽ എൻ്റെ സാധനങ്ങളാണ്. പാഗലാത്മി ചോട്ടു കി ഓർ മുഡ്കർ. അപ്പോൾ പാഗലാത്മി ചോട്ടുവിന് നേരെ തിരിഞ്ഞിട്ട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് യുവർ നെയിം, എന്താണ് നിന്റെ പേര്? ചോട്ടു പറയാണ്, മുझे അംഗ്രേസി नहीं आती, എനിക്ക് ഇംഗ്ലീഷ് അറിയുകയില്ല. പാഗലാത്മി ലേഖക സെ ലേഖകനോട് ചോദിക്കുന്നു, ആപ് ക്യാ കർത്തെ ഹെ, താങ്കൾ എന്താണ് ചെയ്യുന്നത്? ലേഖക് മേൻ ശിക്ഷകത, ഞാൻ അധ്യാപകനായിരുന്നു. ബച്ചോങ്കോ പഠാത്താതാ, കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. അബ് റിട്ടയർ ഹോ ഗയ. പാഗലാത്മി അച്ഛ സോ ജാവോ, ശരി ഉറങ്ങിക്കോളൂ എന്ന് പറയുന്നു. അവിടെ ആ ദൃശ്യം അവസാനിക്കുന്നു. ദൃശ്യ സമാപ്ത് എന്ന് എഴുതാം, അല്ലെങ്കിൽ സീൻ സമാപ്ത് എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മേരി ദുനിയ കെ തമാം ബച്ചെ കവിത കി യെ പങ്ക്തിയാം പഠേം. ഇവിടെ താഴെ തന്നിട്ടുണ്ട് മേരി ദുനിയ കെ തമാം ബച്ചെ എന്ന കവിതയിലെ വരികൾ തന്നിട്ടുണ്ട്. അത് 6, 7 ക്വസ്റ്റ്യൻ ആൻസറാണ് നിങ്ങൾ എഴുതേണ്ടത്. 6ാമത്തെ ക്വസ്റ്റ്യൻ, ആർ തുമാരി ബനായി ഹർ ചീസ് കോ ഗിലോന ബനാ ദേംഗെ, ഇൻ പങ്ക്തിയോ സെ കവി ക്യാ കഹ്നാ ചാഹത്തെ ഹെ. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചതാണ്. ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയിൽ അത് നോക്കിയിട്ട് നിങ്ങൾ നേരത്തെ പഠിച്ച ആൻസർ തന്നെ എഴുതുക. കവിക്ക പരിചയ ദേത്തെ ഹുയ കവിതാംശിക്ക ആശയിലേക്ക് ഇതും നമ്മൾ പഠിച്ചതാണ്. കവി പരിചയം നൽകിക്കൊണ്ട് ഈ കവിതയുടെ ആശയം നിങ്ങൾ പഠിച്ചതാണ്, അത് തന്നെ എഴുതുക. പിന്നെ അടുത്തത് റെയിൻ ബസേരേമേ യാത്രാവൃത്തക്ക ഈ ഹംശപടെ. റെയിൻ ബസേരേമേ എന്ന യാത്രാവൃത്തിലെ ഭാഗം വായിക്കുക, എന്നിട്ട് 8, 9 ക്വസ്റ്റ്യൻ ആൻസർ എഴുതാം. उसके सवाल बेसिर पैर के दे, जवाब न देते तो चाबुक से मारने की धमकी देता, इसलिए मैं कोई न कोई जवाब देता रहा. वह लगातार चीखता चिल्लाता रहा, बीच बीच में हवा में ऐसे हाथ घुमाता मानो हाथ में कोड़ा हो. इन वाक्यों में रेखांकित सर्वनाम मेम और वह കിസ് കിസ്കെ ബദലെ പ്രയുക്ത ഹെ. ഇവിടെ മേം എന്ന് ഇവിടെ അടിവരയിട്ടിരിക്കുന്ന അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് മേം. അതുപോലെ തന്നെ വഹ്, ഈ 2 സർവനാമങ്ങളും കിസ് കിസ്കെ ബദലെ പ്രയുക്ത ഹെ, എന്തിന് പകരമായിട്ടാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്? ആർക്ക് പകരമായിട്ടാണ് പ്രയോഗിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഇസിലിയെ മേൻ കോയി ന കോയി ജവാബ് ദേത്താ രഹാ, ഇതുകൊണ്ട് ഞാൻ ഒന്നല്ലെങ്കിൽ മറ്റൊരു മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ അയാളുടെ ചോദ്യങ്ങൾക്കെല്ലാം തുടർച്ചയായി മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞു. ഈ ഞാൻ ആരാണ്? ആ മറുപടി പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ലേഖകനാണ് അല്ലേ? ആരാണ്? ലേഖകനല്ലേ? ആ ഭ്രാന്തനായ വ്യക്തിയുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത് ആരാണ്? ലേഖക്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ആൻസർ എഴുതേണ്ടത്? ലേഖക് എന്ന് എഴുതാം കേട്ടോ. നമ്മൾ തൽക്കാലം ഇവിടെ അങ്ങനെ എഴുതി കാണിക്കുക, ലേഖക്. മൗസ് കൊണ്ട് എഴുതുമ്പോൾ അത്ര കറക്റ്റ് ഒന്നും ആവില്ല കേട്ടോ, ലേഖക്. ഇനി അടുത്തത് വഹ് ലഗാതാർ ചീക്ക്താ ചില്ലാത്ത രഹ, അയാൾ നിരന്തരം ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. ആ അയാൾ ആരാണ്? പാഗലാത്മി അല്ലേ? ആരാണ്? പാഗൽ ആത്മി. ഇവിടെ എന്താ വരിക? പാഗൽ ആത്മി. ഇവിടെ പാഗലാത്മിയാണ് കേട്ടോ. ഇനി അടുത്തത് വാക്യവിസ്താർ കരയും എന്നാണ് പറഞ്ഞത്. വാക്യവിസ്താർ കരയും. ചാബുക് സേ പാഗൽ മാർനേക്കി. ഒന്ന് ചാബുക് സേ, പിന്നെ പാഗൽ, പിന്നെ മാർനേക്കി എന്നാണ് തന്നത്. ആത്മി ധമക്കി ദേത്താ ഹെ, ആത്മി ഭീഷണിപ്പെടുത്തി. ഏത് ആത്മിയാണ് ഭീഷണിപ്പെടുത്തിയത്? പാഗൽ അല്ലേ? പാഗൽ എന്ന് ഇവിടെ ചേർക്കാം. പാഗൽ ആത്മി ധമക്കി ദേത്താ ഹേ. ഓക്കെ, നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യമാണല്ലോ അത്. കഴിഞ്ഞ 8, 9 പഠിച്ചതാണ്, അതുകൊണ്ട് പറഞ്ഞു തരുന്നുള്ളൂ, എഴുതിയിട്ടില്ല. ഓക്കെ, പാഗൽ ഫസ്റ്റ് നമ്മളിവിടെ എന്ത് കൊടുക്കുക? പാഗൽ ആത്മി ധമക്കി ദേത്താ ഹേ. ഇനി അപ്പോൾ ഇവിടെയുള്ള സെൻറ്റൻസ് നമുക്ക് കിട്ടി. പാഗൽ വെച്ചിട്ട് ഒന്നാമത്തെ പാഗൽ വെച്ചു. ഇനി അടുത്തത് എന്താ വരിക? പാഗൽ ആത്മി മാർനെ കി ധമക്കി ദേത്താ ഹേ. രണ്ടാമത് എന്താണ്? മാർനെ കി ധമക്കി ദേത്താ ഹേ. പാഗൽ എന്ന് നമ്മൾ ഇവിടെ പാഗലാത്മി എന്ന് എഴുതി. പാഗൽ 1 പാഗൽ, 2 ഈ സെൻറ്റൻസ്
രണ്ടാമത് ഈ സെന്റൻസ് പാഗൽ ആത്മി. 3 ആത്മി കഴിഞ്ഞിട്ട് മാർനെ. पागल आदमी मारने की धमकी देता है. पागल आदमी मारने की धमकी देता है. ഇനി മൂന്നാമത് ലാസ്റ്റ് സെന്റൻസ് ആണ്. पागल आदमी चाबुक से मारने की धमकी देता है. पागल आदमी चाबुक से मारने की धमकी देता है. മനസ്സിലായല്ലോ? ഇനി അടുത്തത് ഹായ്ക്കു പടേം 10-11 ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനാണ് പറഞ്ഞത്. ഹായ്ക്കു വായിച്ചിട്ട് പിതാനെ ढूंढी लाठियां बुढ़ापे की दीखती नहीं. ബുഢാപ്പ കാ സമാനാർത്ഥി ശബ്ദ കോൻസാ ഹെ. ബുഢാപ്പ എന്നതിൻ്റെ സമാനാർത്ഥം വരുന്ന ശബ്ദം ഏതാണ്? വൃദ്ധാവസ്ഥ അല്ലേ? വൃദ്ധാവസ്ഥയാണ്. इस हाइकू का समान आशय किस वाक्य में निहित है? വൃദ്ധാവസ്ഥ में पिता को सहारा नहीं मिला. അതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വൃദ്ധാവസ്ഥയിൽ പിതാവിന് ആശ്രയം ലഭിച്ചില്ല. അടുത്തത് വൈറ്റ് ക്യാപ്പ് കഹാനിൽ നിന്നാണ് ചോദ്യം. 12 മുതൽ 14 വരെയുള്ള ചോദ്യത്തിന് ആൻസറാണ് നമ്മൾ എഴുതേണ്ടത്. बेचारा केशव दिन की रुवांसा पड़ा रहता मगर रात को सपने में वह अपने को अक्सर क्रिकेट खेलता देखा करता. उसके हाथों में नया बल्ला और सिर पर जग वाइट कैप होती. टांगों पर शानदार मोटे पैड कसे होते. കേശവ് കോൻസ സ്വപ്ന ദേക്കാ കർത്താത. കേശവ് എങ്ങനെയുള്ള സ്വപ്നമാണ് കണ്ടിരുന്നത്? ക്രിക്കറ്റ് ഖേൽനേക്ക, ഫുട്ബോൾ ഖേൽനേക്ക, ഗോലി ഖേൽനേക്ക, ഹോക്കി ഖേൽനേക്ക. അത് മൂന്നും തെറ്റാണ് അല്ലേ? ക്രിക്കറ്റ് ഖേൽനേക്ക. കേശവ് ദിൻകോ രുവാംസ പടാ രഹത്താ ക്യോ? കേശവ് ദിവസം മുഴുവൻ കരഞ്ഞുകൊണ്ടിരുന്നു. എന്താണ് കാരണം? केशव कई बार पिताजी से बल्ला और बॉल मांगता था लेकिन उसको नहीं मिला था. കേശവ് പലതവണ പിതാജിയോട് ബോളും ബാറ്റും വാങ്ങിത്തരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ലേക്കിൻ ഉസ്കോ നഹി മിൽത്തത. പക്ഷെ അത് അവന് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് അവൻ കരയുന്നത്. केशव पिता से बल्ला और बॉल मांगता है. केशव और पिता के बीच की संभावित बातचीत लिखी. കേശവ് പിതാജിയോട് ബാറ്റും അതുപോലെ തന്നെ ബോളും ആവശ്യപ്പെടുന്നു. ആ സമയത്ത് കേശവും പിതാജിയും തമ്മിലുള്ള ആ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് അവർ രണ്ടുപേരും സംസാരിക്കുന്നതാണ്. ആ ബാത്ചീത്താണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ആൻസർ നോക്കാം. പിതാജിയും കേശവും തമ്മിലുള്ളതാണ്. കേശവ് പിതാജി मुझे एक बल्ला और बॉल खरीदने की बात मैंने कितनी बार कहा था. കേശവ് പറയാണ് പിതാജി എനിക്ക് ഒരു ബാറ്റും അതുപോലെ തന്നെ ബോളും വാങ്ങിച്ചു തരേണ്ട കാര്യം ഞാൻ എത്ര തവണ പറഞ്ഞതായിരുന്നു? പിതാജി अब मेरे पास पैसे नहीं बेटा. ഇപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ല മകനെ. ഫിർ ഖരീദ് ദൂങ്ക. പിന്നീട് വാങ്ങിച്ചു നൽകാം. കേശവ് കബ് എപ്പോൾ? പിതാജി जब तो अच्छे नंबर से 5वीं पास लेगा तो एक बॉल खरीद ही देंगे. നീ നല്ല മാർക്കോട് കൂടി 5ാം ക്ലാസ്സിൽ പാസ്സാകുമ്പോൾ നിനക്ക് ഒരു ബോൾ വാങ്ങിച്ചു നൽകും. കേശവ് और बल्ला അപ്പോൾ ബാറ്റ്. പിതാജി उसके बारे में भी तब सोचेंगे. അതിനെക്കുറിച്ചൊക്കെ അപ്പോൾ നോക്കാം, അപ്പോൾ ചിന്തിക്കാന്ന് പറയാണ്. കേശവ് ടീക്ക് ധന്യവാദ് പിതാജി. ശരി ധന്യവാദ് പറഞ്ഞിട്ട് കേശവ് പോകുന്നു. അതാണ് അങ്ങനെ ഒരു വാർത്താലാപമാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് സങ്കല്പിച്ച് നിങ്ങളെ രീതിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. കേശവ് കോ ലഡ്കോനെ ഗേൽ മേ ഷാമിൽ നഹി കിയ. കേശവിനെ ആ പട്ടണത്തിലുണ്ടായിരുന്ന ആൺകുട്ടികൾ കളിയിലൊന്നും
ചേർത്തില്ല അല്ലേ, അവനെ അതിലൊന്നും അവർ പങ്കെടുപ്പിച്ചില്ല. ഷാമിൽ നഹീ കിയ. ഇസ് പർ കേശവ് ഓർ മിത്ര കെ ബീച്ച് കി ബാത്ചീത് കൽപ്പന കർക്കെ ലിഖിയെ. ഈ കാര്യത്തെക്കുറിച്ച് കേശവും അവൻ്റെ ഫ്രണ്ടും അവൻ്റെ മിത്രവും കൂടെ സംസാരിക്കുന്നു. ആ സംസാരമാണ് നമ്മളിനി സങ്കല്പിച്ചെഴുതേണ്ടത്. നോക്കാം. കേശവ് തും യഹാം ക്യാ കർ രഹേ ഹോ. മിത്രം ചോദിക്കുകയാണ്, കേശവ് നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? കേശവ് ബാൾ ഗോജ് രഹേ ഹെ. എന്താണ് ചെയ്യുന്നത്? ഞാൻ ബാള് അന്വേഷിക്കുകയാണ്. ഗോജ് രഹാ ഹെ എന്ന് എഴുതാട്ടോ. ബാൾ ഗോജ് രഹാ ഹെ. മിത്ര ക്യാ തും കിസി ടീം മേ ഗേൽ രഹേ ഹോ. നീ ഏതെങ്കിലും ടീമിൽ കളിക്കുന്നുണ്ടോ? ബോള് തരികയാണെന്ന് പറയാം. അപ്പം നീ ഏതെങ്കിലും ടീമിൽ കളിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. കേശവ് നെഹി മുझे लड़कों ने गेल में शामिल नहीं किया. ഇല്ല, എന്നെ കുട്ടികൾ കളിയിൽ പങ്കെടുപ്പിക്കുന്നില്ല. മിത്ര ക്യാ തുമ്മേ ഗേൽ നെഹി ആത്താ. എന്താ നിനക്ക് കളിക്കാൻ അറിയില്ലേ? അതുകൊണ്ടാണോ കൂട്ടാത്ത വെച്ചിട്ട് ചോദിക്കുകയാണ്, എന്താ നിനക്ക് കളിക്കാൻ അറിയില്ലേ? കേശവ് മുझे भी गेल आता है. എനിക്ക് കളിക്കാൻ അറിയാം. മിത്ര ഫിർ ക്യോം ഷാമിൽ നെഹി കിയ. പിന്നെ എന്താണ് നിന്നെ പങ്കെടുപ്പിക്കാത്തത്? കേശവ് മുझे ബല്ല ഓർ ബൾ നഹി ഹെ. എനിക്ക് ബോളും ബാറ്റും ഇല്ല. മിത്ര ഏക് ദിൻ ജറൂർ അവസർ മിലേഗ കേശവ്. ഒരു ദിവസം തീർച്ചയായും നിനക്ക് അവസരം ലഭിക്കും കേശവ്. കേശവ് ധന്യവാദ്. ഫിർ മിലേങ്കെ. പിന്നെ കാണാം. ഓക്കെ, അങ്ങനെയാണ് ഈ വാർത്താലാപം ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോ വാർത്താലാപം നിങ്ങൾക്ക് ഇതുപോലെ കാണുന്ന സമയത്ത് അതിന് മാറ്റം വരുത്തി സെൻറ്റൻസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുവെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നീച്ചെ ദിയെ ഗണ്ട് പടേ. 15-16 ക്വസ്റ്റ്യൻ ആൻസറാണ് ഈ താഴെ തന്നിട്ടുള്ള പാരാഗ്രാഫ് വായിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇതിഹാസ് സംസ്കൃതി और आधुनिकता का एक अद्भुत संगम है दिल्ली. लाल किला, कुतुब मीनार, इंडिया गेट, जंतर मंतर आदि यहाँ के शानदार पर्यटक स्थान है. राजघाट महात्मा गांधी की समाधि स्थान है. लाल किले का लाइट एंड साउंड शो भारत के इतिहास को जीवंत करता है. दिल्ली के बीचों बीच स्थित इंडिया गेट एक युद्ध स्मारक है. राष्ट्रीय संग्रहालय भारत के सबसे बड़े संग्रहालयों में से एक है. ताजमहल यहाँ से लगभग 200 किलोमीटर दूर आगरा में यमुना के किनारे पर स्थित है, जो अनश्वर प्रेम का प्रतीक है. राष्ट्रपति भवन के भीतर स्थित मुगल गार्डन सुंदर फूलों की किस्मों और मुगल शैली की वास्तुकला के लिए मशहूर है. क्वेश्चन നോക്കാം. താജ്മഹൽ കിസ് നദി കെ കിനാരെ മേ സ്ഥിത് ഹെ. നമ്മളിപ്പോൾ വായിച്ചാലുണ്ടായിരുന്നു അല്ലേ? താജ്മഹൽ ലബഗ് 200 കിലോമീറ്റർ ആഗ്ര യമുന കെ കിനാരെ. എവിടെയാണ്? യമുന നദിക്ക്. അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അടുത്തത് मीनू अपनी माँ बाप के साथ दिल्ली गेलने गई. ഉപരോക്ത ഖണ്ഡ് की सहायता से मीनू के യാത്രാവൃത്ത് का अंश तैयार करें. ഈ യാത്രാവൃത്ത് എഴുതാനാണ് പറഞ്ഞത്. ഇത് വായിച്ചിട്ട് യാത്രാവൃത്ത് തയ്യാറാക്കുക. ഓക്കെ, അതല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. നമൂനെ के अनुसार गेम्बे की पूर्ति करें. यहाँ का लाइट एंड साउंड शो आकर्षक है. लाल किला ആണ് പറഞ്ഞത്. ये युद्ध में शहीद हुए सैनिकों का स्मारक है. അത് ഇന്ത്യ ഗേറ്റ് ആണ്. അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. രണ്ടാമത്തത് ഇവിടെ ഇന്ത്യ ഗേറ്റ് ആണ് ആൻസറായിട്ട് വരിക. യഹ് അനശ്വർ പ്രേം കാ പ്രതീക് ഹെ. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. താജ്മഹൽ ആണ് ഇവിടെ ആൻസറായിട്ട് വരിക. ഭാരത് കെ സബ്സെ ബഡേ സംഗ്രഹാലയ മേം ഏക് ഹെ എന്നത് രാഷ്ട്രീയ സംഗ്രഹാലയാണ് ഇവിടെ ആൻസറായിട്ട് വരിക. രാഷ്ട്രീയ സംഗ്രഹാലയ. രാഷ്ട്രപതി ഭവൻ കാ ഉദ്യാൻ മുഗൾ ഗാർഡൻ ആണ്. മുഗൾ ഗാർഡൻ എല്ലാം ഈ പാരഗ്രാഫിലുണ്ട്. ഓക്കെ, മുഗൾ ഗാർഡൻ ആണ്. മുഗൾ ഗാർഡൻ ആണ് ലാസ്റ്റ് ആൻസറായിട്ട് വരുന്നത്. ഇതിൻ്റെ ആൻസർ മുഗൾ ഗാർഡൻ ആണ്. തൊട്ട് മുമ്പുള്ളത് രാഷ്ട്രീയ സംഗ്രഹാലയ. ഓക്കെ,
അത്. പിന്നെ അടുത്തത് താജ്മഹൽ. താജ്മഹൽ ഇതിലുണ്ട്. ഇതിഹാസ് കാ ദില്ലിക്ക് താജ്മഹൽ സ്മാരക ഹേ. താജ്മഹൽ ഇതാ. അടുത്തത് ഇന്ത്യ ഗേറ്റ് ആണ്. ഇന്ത്യ ഗേറ്റ് ഇതാ. ഇന്ത്യ ഗേറ്റ്. എല്ലാ ആൻസറും ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, പാരഗ്രാഫ് നോക്കിയിട്ട് കണ്ടെത്താം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടേം മോഡൽ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ടേം മോഡൽ ക്വസ്റ്റ്യൻ ആണിത്. നോക്കിക്കഴിഞ്ഞു. എല്ലാവരും ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് നന്നായിട്ട് വായിച്ചു നോക്കുക. സ്വയം വാർത്താലാപ്, അതുപോലെ തന്നെ പടുക്കഥ ഡയറി, പടുക്കഥ ഡയറി, കവിതയുടെ ആശയം, അതെല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. സ്വയം തയ്യാറാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ.